പിന്നെ വെച്ചാൽ ഏപ്പിക്ക് വേറെ പൊടിപാട് വെച്ചാൽ അന്ന് മറ്റേ ഇയാൾ വന്നില്ലേ, ആൾ 25 ലക്ഷം കൊടുത്തു. ആ ലാലു പ്രസാദ് യാദവ് മർക്കസ് സന്ദർശിക്കാൻ വന്നപ്പോൾ ഇപ്പടുത്ത് അതൊക്കെ രാഷ്ട്രീയ പോരാളികൾക്ക് കണ്ടുകൂടാ. മൂപ്പര് വെച്ചാൽ കായ് വാങ്ങിയെടുക്കാനൊക്കെ ഐഡിയ അറിയും. കഴിഞ്ഞ മാസം വന്നിട്ട് ആൾ സന്ദർശിക്കാൻ സമ്മേളനത്തിന് വന്നതാ കോഴിക്കോട്. അപ്പോൾ അയാൾ മുസ്ലിങ്ങളുടെ ഭാഗത്താട്ടോ, ഞാൻ പറഞ്ഞുതരാം. അയാൾ 25 ലക്ഷം ഉറുപ്പ്യ ആ സ്പോട്ടിൽ കൊടുത്തു, ചെക്ക് എഴുതി കൊടുത്തു. അയാൾ മർക്കസ് ഏതൊരു സമ്മേളനത്തിന് വന്നതാണ്, മർക്കസിൻ്റെ സമ്മേളനത്തിനല്ല, അയാളെന്തോ ഇതിന് കോഴിക്കോട് വന്നതാ. അപ്പോൾ പിന്നെ എപ്പി സന്ദർശിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് കാണാൻ, സ്ഥാപനം കാണാൻ ഇയാൾ വന്നപ്പോൾ അവിടുത്തേക്ക് ഇഷ്ടപ്പെട്ടു, അവിടുത്തെ പ്രവർത്തനങ്ങളും പിന്നെ അയാൾക്ക് കിട്ടിയ പൈസൻ്റെ കണക്കും ഒക്കെ അവിടെ ആർക്കും കാണിച്ചു കൊടുക്കും, തെളിവുകളെ. അങ്ങനെ തട്ടിപ്പില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇട്ടാൽ ആര് നോക്കിയാലും കിട്ടും ഈ സാധനം. മൊബൈലോ ഇപ്പം എത്ര പേര് 3Gക്ക്?